നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷാവിധി നാളെ. പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് എന്നിവരാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾ. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. ഷബ്ന തുടരുന്നുണ്ട്. ഷബ്ന, ഇന്നത്തെ ശിക്ഷയിന്മേലുള്ള വാദം ഏതു വിധത്തിലാണ്? ശിക്ഷ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളുടെ അഭിഭാഷകർ എന്തൊക്കെ ന്യായവാദങ്ങളാണ് പറഞ്ഞത്? ബിനിൽ, നാളെയാണ് ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം നടക്കുക. നാളെ കോടതിയിൽ രാവിലെ 11 മണിക്കായിരിക്കും ഇതിൽ വാദം തുടരുക. 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയിരുന്നതാണ്. അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇനിയിപ്പോൾ പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന കാര്യമായിരിക്കും രാവിലെ കേൾക്കുക. നമുക്കറിയാം, ഈ കേസിൽ ഏത് ക്രിമിനൽ കേസിലാണെങ്കിലും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ പിന്നെ തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറ്റം നിഷേധിക്കാൻ ഇനി അവസരമില്ല. പക്ഷേ ഈ കുറ്റത്തിന് നൽകുന്ന ശിക്ഷയിന്മേൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി കേൾക്കും. പലപ്പോഴും വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും പ്രതികൾ പറയുക. ഏതായാലും അതിൽ കടുത്ത ശിക്ഷ തന്നെ വേണം എന്നൊരാവശ്യം ശക്തമായി തന്നെ പ്രോസിക്യൂഷനും ഉന്നയിക്കും. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കൽ തുടങ്ങിയ ഈ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ പ്രതികൾ 6 പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു. അല്ലെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷന് സാധിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത്. നാളെ ഏതായാലും ഇവർക്കുള്ള ശിക്ഷ വിധിക്കും. ജീവപര്യന്തം, ഒരു വകുപ്പിൽ ജീവപര്യന്തം, മറ്റൊരു വകുപ്പിൽ 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം, അത്തരത്തിലുള്ള ശിക്ഷകളായിരിക്കും വിധിക്കുക. ഏതായാലും നാളെ രാവിലെയോടെ ഇവരെ ശിക്ഷാവിധി നമുക്കറിയാൻ സാധിക്കും. ശരി, ഓക്കെ. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി, അതായത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ള പൾസർ സുനി അടക്കമുള്ള കൊടും ക്രിമിനലുകൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധിക്കും എന്നുള്ളതാണ് ഷബ്ന സിയാദ് റിപ്പോർട്ട് ചെയ്യുന്നത്.